Hi, എൻ്റെ പേര് രാഹുൽ. ഞാൻ പ്ലാന്റ് ഹോമിൻ്റെ co-founder-ആണ്. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റ്സുകൾ നമ്മുടെ വീടുകളിൽ എങ്ങനെ സെറ്റ് ചെയ്യാം, അതിൻ്റെ മെയിൻ്റനൻസ്, വാട്ടറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബിസി ലൈഫിൽ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളാണ്. അതായത് നമ്മളിപ്പോൾ IT പ്രൊഫഷൻസ് ഉണ്ടാകും, ഓഫീസ് ജോബ്സോ ഉള്ളവരുണ്ടാകും. അപ്പോൾ രാവിലെ പോയാൽ രാത്രിയിലായിരിക്കും അവർ ചിലപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പ്ലാന്റിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു പ്ലാന്റാണ് ZZ പ്ലാന്റ് എന്ന് പറയും. അത് സാമിയോകുൾക്കോ സാമിഫോലിയ എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. അതിൻ്റെ ചുരുക്കിയുള്ള പേരാണ് ZZ പ്ലാന്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഇൻഡോർ എന്നുള്ള ഈ പ്ലാന്റ്, അതായത് ഒട്ടും ലൈറ്റില്ലെങ്കിലും സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. അതേപോലെ തന്നെ വെള്ളം വളരെ കുറച്ച് മതി. വൺസ് ഇൻ 15 ഡേയ്സ് 15 ദിവസത്തിൽ ഒരിക്കൽ മാത്രം വെള്ളം കൊടുത്താൽ മതി എന്നൊരു പ്ലാനാണ്. ഒത്തിരി കെയറിങ് വേണ്ടാത്തൊരു പ്ലാന്റാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ചീത്തയായി പോകും പ്ലാന്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ വളരെ നന്നായിട്ട് ഒരുപാട് കാലം നിൽക്കുന്ന ഒരു പ്ലാന്റ് വെറൈറ്റിയാണിത്. അതേപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സ്നേക്ക് പ്ലാന്റ് എന്ന് നമ്മൾ പറയുന്ന സെൻസേവേരിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് സെൻസേവേരിയയുടെ ബ്ലാക്ക് ജാക്ക് എന്ന് പറയുന്നൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈലി ഓക്സിജൻ എമിറ്റിംഗ്, നമുക്ക് ബെഡ്റൂമുകളിൽ വരെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് സെൻസേവേരിയ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കിയാൽ അറിയാം, ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സ് നോക്കിയാൽ ആദ്യത്തെ ഒരു 4 പ്ലാന്റിൽ ഒരു പ്ലാന്റ് ഇതായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ മെയിൻ്റനൻസ് കുറവാണ്. 15 ദിവസത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് വെള്ളം കൊടുത്താൽ മതി. അതേപോലെ തന്നെ നല്ല ഇൻഡോറിൽ, ഫുൾ ഇൻഡോറിൽ ഒട്ടും ലൈറ്റില്ലാത്ത ഏരിയ വരെ സർവേ ചെയ്തു പോകുന്ന ഒരു പ്ലാന്റാണിത്. ഇതും സെൻസേവേരിയയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. മിക്കാഡോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് വരുന്നത്. ഇതും നമുക്ക് വളരെ മെയിൻ്റനൻസ് കുറവാണ്. 15 ദിവസത്തിൽ ഒരിക്കൽ വെള്ളം കൊടുത്താൽ മതി. അതേപോലെ ഹൈലി ഓക്സിജൻ എമിറ്റിംഗ് ആണ്, ബെഡ്റൂമിലൊക്കെ വയ്ക്കാം. അതേപോലെ തന്നെ ഈ സെൻസേവേരിയ പ്ലാന്റുകളുടെ, അതായത് സ്നേക്ക് പ്ലാന്റുകളുടെ എല്ലാ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വോളറ്റൈൽ കെമിക്കൽസ്, അമോണിയ അല്ലെങ്കിൽ അതേപോലെ ബാഡ് സ്മെൽസ് അങ്ങനെയുള്ള കെമിക്കൽസൊക്കെ ഇത് അബ്സോർവ് ചെയ്തിട്ട് ഫ്രഷ് എയർ പുറത്തു വിടുക. അതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ബെഡ്റൂം പ്ലാന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സിൽ ഒരു 1, 2, 3 സ്ഥാനങ്ങളിൽ ഈ പ്ലാന്റ് വരുന്നത്. ഈ പ്ലാന്റും സെൻസേവേരിയയുടെ തന്നെ വെറൈറ്റിയാണ്, നമ്മുടെ സ്നേക്ക് പ്ലാന്റ് തന്നെ വെറൈറ്റിയാണ്. ഇതും വളരെ മെയിൻ്റനൻസ് കുറവാണ്, ഹൈലി ഓക്സിജൻ എമിറ്റിംഗ് ആണ്. പല വെറൈറ്റികൾ, ഇപ്പോൾ സെൻസേവേരിയയ്ക്ക് തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട്. ഒരു 10-15 വെറൈറ്റികൾ തന്നെ സെൻസേവേരിയ എന്ന പറഞ്ഞ പ്ലാന്റ് തന്നെയുണ്ട്. അതിൻ്റെ ഹൈബ്രിഡ് പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബിസി ലൈഫിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാനാണ് ഈ കാക്ടസ് വരുന്നത്. ഇത് നമ്മളൊരു ചെറിയ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ വെക്കാമെങ്കിൽ ഒരു 15-20 ദിവസത്തിൽ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതിയാകും. ഓവറായിട്ട് ഒത്തിരി വെള്ളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ മെയിൻ്റനൻസ് കുറഞ്ഞ പ്ലാന്റുകളാണ് ഈ പറഞ്ഞ പ്ലാന്റുകളെല്ലാം തന്നെ വരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഇതിന് വെള്ളം കൊടുക്കുന്നതും അതേപോലെ തന്നെ ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കുന്നതും, അതായത് വെള്ളം ഒഴിക്കുന്നതും വളം കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഈ പ്ലാന്റ് എടുക്കാം. ഇത് സെൻസേവേരിയ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിന് 10-15 ദിവസത്തിൽ നമ്മൾ വെള്ളം കൊടുത്താൽ മതി. നല്ല മണ്ണ് നോക്കുക, നല്ല ഡ്രൈ ആകുമ്പോൾ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതിയാകും. വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഷെയ്ഡിലായിട്ട് അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലത്ത് എടുത്തുകൊണ്ട് പോയിട്ട് നന്നായിട്ട് ചുറ്റിനും നല്ല വേര് വരെ വെള്ളം ഇറങ്ങുന്ന രീതിയിൽ വെള്ളം കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ കൂടി വെള്ളം പോകുന്നാലും പ്രശ്നമില്ല നമുക്ക്. ഇതേപോലെ ഫുള്ളും ചുറ്റിനും വരുന്ന രീതി വെള്ളം കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വെള്ളം താഴ്ത്തത് ഫുള്ള് നമ്മളൊന്ന് ഊർന്ന് പോയതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ സെറാമിക് പോട്ടിലോട്ടൊക്കെ മാറ്റാൻ പറ്റും. ഊർന്ന് പോയതിന് ശേഷം നേരെ നമുക്ക് ഇതേപോലെ സെറാമിക് പോട്ടുകളിൽ ഇറക്കി വെക്കാവുന്നതാണ്, ഇങ്ങനെ വെക്കാവുന്നതാണ്. കേസ് നമ്മളിപ്പോൾ ഈ സെറാമിക് പോട്ടിൽ ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഷെയ്ഡ് ലൈനിൽ വെച്ച് അവിടെ വെച്ച് തന്നെ വെള്ളം കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം അവിടെ തന്നെ കീപ്പ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമുക്ക് എടുത്ത് ഉള്ളിൽ വെക്കാവുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന് ഫെർട്ടിലൈസർ, ഫുഡ് കൊടുക്കുന്ന ഒരു കാര്യമാണ്.
ഞാൻ പറഞ്ഞല്ലോ സെൻസേവരി അങ്ങനെ ഈ പ്ലാന്റുകൾക്കെല്ലാം 15 ദിവസം 10 to 15 ദിവസത്തിൽ മാത്രം വെള്ളം കൊടുത്താൽ മതിയാവും. ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് ഈ 10-15 ദിവസത്തിലല്ല, മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ മാത്രം നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്താൽ മതിയാവും. കാരണം ഓവറായിട്ട് ഫെർട്ടിലൈസർ വേണ്ട ഒരു പ്ലാന്റ് അല്ല ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ. കാരണം ഒത്തിരി വളർച്ച വരുന്നില്ല, എല്ലാം മിനിയേച്ചർ രൂപത്തിൽ അല്ലെങ്കിൽ ഒത്തിരി വളരാത്ത രീതിയിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് കൗഡങ് പൗഡറാണ്. ഇൻഡോർ പ്ലാന്റ്സിന് ചാണകപ്പൊടി മതി, കാരണം ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉള്ളത് ചാണകപ്പൊടിയിലാണ്. ജസ്റ്റ് നല്ല ഡ്രൈ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് മതി ഇൻഡോർ പ്ലാന്റ്സിന്. ഏറ്റവും ബെസ്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി തന്നെയാണ്. ജസ്റ്റ് അത് കൊടുക്കേണ്ട എങ്ങനെയാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സെൻസേവരിയുടെ ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കൗഡങ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം പതിയെ നമ്മൾ കൈ കൊണ്ട് ഒന്ന് പതിയെ മണ്ണൊന്ന് ചുറ്റിനുമുള്ള, അതായത് ഈ പോട്ടിൻ്റെ എൻഡിലായിരിക്കണം നമ്മൾ വളമിടേണ്ടത്. അപ്പോൾ അവിടെയുള്ള മണ്ണ് ചെറുതായിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. പ്ലാന്റിന് പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ചാണകപ്പൊടി നമുക്ക് കൈ കൊണ്ടെടുത്ത് കുറേശ്ശെ നമുക്ക് ചുറ്റിനും വിതറി കൊടുക്കുക. ഇതേപോലെ വിതറി കൊടുക്കുക. ചുറ്റിനും ഇതേപോലെ വിതറി, വളരെ കുറച്ച് മതിയാകും. കാരണം ഈ പ്ലാന്റ്സിന് ഒത്തിരി ഫെർട്ടിലൈസർ വേണ്ടാത്തതാണ്, ഇത്ര മതിയാകും. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഈ മണ്ണുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുക. ഇപ്പോൾ നമ്മൾ കൈ കൊണ്ടോ എന്തെങ്കിലും കമ്പ് കൊണ്ടോ ചെയ്താലൊന്നും ഒരു പ്രശ്നമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് കൊടുത്തേക്കുക. ഈ വളം ചെയ്തതിന് ശേഷം, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളം ചെയ്തതിന് ശേഷം നമ്മൾ അന്ന് ആ ദിവസം തന്നെ, അല്ലെങ്കിൽ ഈ വളം ചെയ്യാൻ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ പ്ലാന്റിന് വെള്ളം കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ വളം പ്ലാന്റ് അബ്സോർവ് ചെയ്യത്തുള്ളൂ. വെള്ളത്തിലൂടെ മാത്രമേ അകത്തോട്ട് ചെന്ന് ഈ പ്ലാന്റ് അബ്സോർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ വെള്ളം എടുക്കുക, ചുറ്റിനും വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതേപോലെ ചുറ്റിനും വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളം ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം കൊടുക്കണം. വളം ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളം കൊടുത്താലേ ആ വളം പ്ലാന്റുകൾ നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യത്തുള്ളൂ. നമുക്ക് ഒരു ദിവസം വല്ല ഷെയ്ഡ് ലൈറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഷെയ്ഡ് ലൈറ്റ് വെച്ചിട്ട് വീണ്ടും തിരിച്ച് നമുക്ക് ഇൻഡോർ ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് മെയിനായിട്ട് പറഞ്ഞത്, വെള്ളം ഒഴിക്കുന്നതും വളം ചെയ്യുന്നതും, ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കുന്നതും വളം ചെയ്യുന്നതുള്ള കാര്യങ്ങൾ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മളെ ശ്രദ്ധിച്ചതിന് വളരെ നന്ദിയുണ്ട്. നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, പ്ലാന്റ് ഹോമിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.plantahome.com എന്നാണ് വെബ്സൈറ്റ്. അതിൽ സെർച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. Thanks for watching. Please do subscribe to Small to Big channel by clicking the logo and press the bell icon to receive latest updates and episodes.